പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഏലിയ സ്ലീവ മൂശക്കാലങ്ങളുടെ 7ാമത്തെ ഞായറാഴ്ച, സ്ലീവ കാലത്തിന്റെ 4ാമത്തെ ഞായറാഴ്ച. കർത്താവിന്റെ ഈ ദിവസത്തിന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് അധ്വാനിക്കുന്നവര്, ഭാരം വഹിക്കുന്നവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഈശോ, അതുപോലെ കുരിശിന്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസം തരാൻ ഈശോയ്ക്ക് കഴിയൂ എന്ന് ഈശോ ഇവിടെ ഒന്നാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുന്ന അതാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യഥാർത്ഥ ആശ്വാസം തരാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ ആരുടെ അടുക്കലേക്കാണ് ആശ്വാസം തേടി പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ആത്മശോധന ചെയ്യേണ്ടത്. എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, കുരിശുകളിൽ ഞാൻ എവിടേക്കാണ് ഒരു ആത്യന്തികമായ ആശ്വാസവും പരിഹാരവും തേടി പോകുന്നത്? ചിലർ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലും, കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലും. ചിലർ അവരുടേതായ ചില ശീലങ്ങളിൽ ആശ്രയിക്കും. ചിലർ മദ്യത്തിൽ, ചിലർ മയക്കുമരുന്നിൽ, ചിലർ സമ്പത്തിൽ. ഓരോ രീതിയിലാണ് നമ്മൾ ആശ്വാസം തേടി പോകുന്നത്. പലരും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് പോകുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം അത് തരുമെന്ന് തോന്നിയാലും അത് കഴിയുമ്പോൾ പിന്നീട് അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈശോ പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ, നിങ്ങൾ ആത്യന്തികമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരുവൻ, ഈശോയുടെ അടുക്കലേക്ക് വരുവനെന്ന് ഈശോ പറയുന്നു. രണ്ടാമത് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈശോ പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ശാന്തതയും വിനീത ഹൃദയവും ഈശോയുടെ 2 ക്വാളിറ്റീസായി ഈശോ തന്നെ എടുത്തു പറയുന്ന കാര്യമാണ്. ഈ 2 കാര്യങ്ങളും ഈശോയ്ക്ക് കിട്ടിയത് സത്യത്തിൽ ഈശോയുടെ കുരിശിൽ നിന്നാണ്. കുരിശ് അനുഭവത്തിൽ നിന്നും കുരിശിന്റെ മനോഭാവത്തിൽ നിന്നും ആണ്. കുരിശിനെ കുറിച്ചുള്ള ശരിയായ അറിവിൽ നിന്നാണ് ഈശോയ്ക്ക് ശാന്തതയുള്ള ഹൃദയവും വിനീത മനസ്സും കിട്ടുന്നത്. എങ്ങനെയാണത്? ദൈവം തന്ന മുഖം, ദൈവം തന്ന കുരിശ്, അത് ദൈവം തന്നതാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യവും ദൈവം തന്നെ നോക്കിക്കോളും എന്ന് ചിന്തിക്കാൻ പറ്റുന്നിടത്ത് എൻ്റെ മനസ്സ് ശാന്തമാകുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയുടെയും പരിഗണനയുടെയും ഒരു അടയാളമായി ദൈവം സഹിച്ച ആ സഹനത്തിന്റെ ഒരു പങ്ക് എനിക്കും കൂടെ തരുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് അതെന്നെ കൂടുതൽ വിനീതനാക്കുന്നു, വിനീതയാക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നെന്നാണ് അമ്മയുടെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. അവൾക്ക് ഒരു ചെറിയ പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളുടെ മുമ്പിൽ വന്ന് ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ അവൾക്കത് മനസ്സിലായില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവൾക്കതൊരു കുരിശു പോലെയായിരുന്നു, ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കേൾക്കാൻ. ദൂതനെ കണ്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്നാണ് തിരുവചനം പറയുന്നത്. ദൂതൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും അവൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ കരുണ എന്നെ തേടി വന്നതാണ് എന്ന് കണ്ടപ്പോൾ മറിയം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നടക്കട്ടെ. മറിയം വിനീത ഹൃദയമുള്ളവളായി മാറുന്നു. അത് അവളുടെ പ്രശ്നം മാറിയത് കൊണ്ടല്ല, പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ പോലും ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നതും ദൈവം തന്റെ പദ്ധതിയിൽ എന്നെ ചേർക്കുന്നതാണെന്നും മനസ്സിലായപ്പോൾ ആ കുരിശും ആ വേദനയും അവളെ പിന്നീട് അലട്ടുന്ന, അലോരസപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറിയില്ല. അതുകൊണ്ടാണ് മറിയം അങ്ങനെ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി. നമുക്കും ശാന്തതയും വിനീത ഹൃദയവും ഉണ്ടാവാൻ നമ്മൾ കുരിശിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി ഈശോ നമ്മളോട് ആഹ്വാനം നടത്തുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. ഒരു തരത്തിൽ ഒരു തിയറിയും ഒരു പ്രാക്ടിക്കലും. അതാണ് ഈശോ എൻ്റെ മുഖം വഹിക്കാൻ പറയുന്നിടത്തും എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നിടത്തും ഈശോ സൂചിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ തിയററ്റിക്കൽ സൈഡ്? എന്നിൽ നിന്ന് പഠിക്കുവിൻ.
ഞാൻ എങ്ങനെ കുരിശിനെ സ്വീകരിച്ചു, എങ്ങനെ കുരിശിനെ കണ്ടു, അത് പിതാവിൻ്റെ ഹിതമായി കണ്ടു, അത് എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഈശോ പ്രാർത്ഥിച്ചെങ്കിലും ഈശോയുടെ ദൈവികമായ വശം അതിനെ തിരുത്തി. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോയ്ക്ക് പിതാവിനോട് പറയാൻ പറ്റിയ ആ മനസ്സ്, അതാണ് തിയററ്റിക്കൽ സൈഡിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈശോ പറയുന്നു, ഇനി പ്രാക്ടിക്കൽ എന്താണ്? നിങ്ങൾ എൻ്റെ മുഖം വഹിക്കണം. ഈശോ തൻ്റെ കുരിശിൽ നിന്ന് ഒഴിവാവുകയല്ല, ഓടി രക്ഷപ്പെടുകയല്ല, അതിനെ വഹിക്കുകയാണ് ചെയ്തത്, അതിനെ എടുക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈശോ കുരിശെടുത്തപ്പോൾ കുരിശ് ഈശോയെ ഏറ്റെടുക്കുകയായിരുന്നു, പിതാവ് ഈശോയെ ഏറ്റെടുക്കുകയായിരുന്നു. നമ്മൾ സ്വയം ദൈവം തരുന്ന പ്രശ്നങ്ങളിലേക്ക്, മുഖങ്ങളിലേക്ക് നമ്മളെ കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ ഏറ്റെടുക്കുന്ന അനുഭവമാണ് നമ്മുടെ കുരിശനുഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രാക്ടിക്കൽ സൈഡ്. ഇങ്ങനെ ഈശോ പറയുന്നു, എൻ്റെ മുഖം വഹിക്കുക, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. കുരിശിന്റെ രഹസ്യം അതെങ്ങനെ സ്വീകരിക്കണമെന്നുള്ള വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് നൽകുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത കുരിശുകളിൽ ഞങ്ങൾ ഭയപ്പെട്ട് ബുദ്ധിമുട്ടി മറ്റുള്ളവരെ പഴിച്ച്, ദൈവത്തെ പഴിച്ച് അതിൽ നിന്ന് മാറിപ്പോകുന്നവരാകാതെ, കുരിശ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രക്ഷയിലേക്കുള്ള നടപ്പാതയാണ്, വഴിയാണ്, പാലമാണ് എന്ന ആ ബോധ്യത്തിൽ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഈശോയുടെ മനസ്സോടെ അതിനെ സ്വീകരിക്കാനും ഈശോ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾ തളരുമ്പോൾ, അങ്ങയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.